അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സക്കാത്ത് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സക്കാത്താണ് കച്ചവടത്തിന്റെ സക്കാത്ത്. കച്ചവടത്തിന്റെ സക്കാത്ത് എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാ. അധികം ആളുകൾ ശ്രദ്ധിക്കാത്ത ഒരു സാധനമാണത്. കാരണം അത് റിസ്ക് ആണെന്ന് പറഞ്ഞിട്ട് അവിടെയാണ് പലരും അതിനെ ദുരുപയോഗപ്പെടുത്തുകയും ചെയ്യുക. ഈ കച്ചവട നടത്തുന്ന ആളുകളടുത്ത് ചെന്നിട്ട് പറയും, ഞങ്ങൾ ഇതിൻ്റെ സക്കാത്ത് കൂട്ടിത്തരാം, ഞങ്ങൾ ആളുകൾക്ക് കൊടുത്താളെന്നൊക്കെ പറഞ്ഞിട്ട് അവർ അവകാശികളല്ലാത്തവർക്ക് കൊണ്ടു കൊടുക്കും. അവരതിൻ്റെ ഒരു വിഹിതം എടുക്കുകയും ചെയ്യും. ഈ കച്ചവടക്കാരിങ്ങനെ അതിനനുകൂലമായിട്ട് പ്രതികരിക്കുന്നത് റിസ്ക് ഒഴിവായി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ശരിക്കും അവിടെ കച്ചവടക്കാർ ശ്രദ്ധിക്കേണ്ട സംഗതിയുണ്ട്. വർഷം മൊത്തം നമ്മൾ കച്ചവടത്തിന് വേണ്ടിയിട്ട് ദുനിയാവിന് വേണ്ടിയിട്ട് ഓടുന്നുണ്ട്. അതിൽ 1-2 ദിവസം അതിൻ്റെ ആഖിറത്തിന്റെ വിഷയം നോക്കണം. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഈ കച്ചവടത്തിന് വേണ്ടി ബസ്സിൽ പാഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ആഖിറത്തിൽ അത് കുടുങ്ങൂലേ. അപ്പൊ 2 ദിവസം 1-2 ദിവസമൊക്കെ അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം എന്നുള്ളതാ. ഇനി അത് മറ്റൊരാളെ ഏൽപ്പിച്ചാലും മതി, വിശ്വസ്തനായ ഒരാളെ ഏൽപ്പിക്കണം. ഈ വരുന്നവരടുത്തൊക്കെ അത് കൊടുക്കരുത്. ചിലപ്പോൾ നമ്മൾ കച്ചവടം തുടങ്ങുന്നത് ആദ്യമായിട്ട് അതിലേക്ക് ഇറക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ സാധനം വാങ്ങാൻ ഉപയോഗിക്കുന്ന പൈസ തന്നെ 595 ഗ്രാം വെള്ളിന്റെ പൈസ ഉണ്ടാവും. അങ്ങനെ സക്കാത്ത് വരേണ്ട പൈസ. ഉദാഹരണം പറയും, ഒരു 10 ലക്ഷം. 10 ലക്ഷത്തിന് ഇപ്പൊ നമ്മൾ സാധനം വാങ്ങുക. ആ സാധനം വാങ്ങിയിട്ടാണ് കച്ചവടം നടത്തുന്നതെങ്കിൽ ആ 10 ലക്ഷം എന്നാണോ നമ്മുടെ കയ്യിൽ വന്നത് അന്ന് മുതൽ നമ്മളതിന് സക്കാത്ത് കൊടുക്കണം. ഉദാഹരണം പറയുന്നു, മുഹറം 1-ന് നമ്മളടുത്ത് 10 ലക്ഷം ഉണ്ട്. പിന്നെ നമ്മൾ റബീഉൽ അവ്വൽ ഒരു 15-നാണ് കച്ചവടം തുടങ്ങുന്നതെങ്കിൽ റബീഉൽ അവ്വൽ 15-ന് പോയിട്ട് ഈ 10 ലക്ഷത്തിന് സാധനങ്ങൾ എടുത്ത് എന്നിട്ട് കച്ചവടം തുടങ്ങുന്നു. അപ്പൊ പിന്നെ ഇതിന്റെ സക്കാത്ത് അടുത്ത മുഹറം 1 എത്തുമ്പോൾ തന്നെ കൊടുക്കണം. കാരണം നമ്മൾ കച്ചവടം തുടങ്ങിയ എന്ത് വെച്ചിട്ടാ? ഈ നിസാബ് എത്തിയ സംഖ്യ വെച്ചിട്ടാ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിസാബ് എത്തിയ സംഖ്യ എന്ന് പറഞ്ഞാല് കച്ചവടത്തിന്റെ മൊത്തം ചെലവല്ല. ഇപ്പൊ നമ്മൾ ഒരു ടൗണിലൊക്കെ ഒരു കച്ചവടം തുടങ്ങണമെങ്കിൽ അതിൽ സാധനത്തിന് ചിലപ്പോൾ 50,000 രൂപ ഉണ്ടാവുള്ളൂ. ബാക്കി അതിന്റെ ഇന്റീരിയർ വർക്ക്, വാടക, അതിലെ ഫർണിച്ചർ, ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു 10 ലക്ഷം ആവും. അത് പരിഗണിക്കൂല. ഈ സാധനത്തിന്റെ വില മാത്രം 595 ഗ്രാം വെള്ളിന്റെ പൈസ വേണം. അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ എന്നാണോ ആ പൈസ നമ്മളെ കയ്യിലെത്തി ആ മുതൽ സക്കാത്ത് കൊടുക്കേണ്ടി വരും. ഇതാണ് ഒരു രൂപം. ഇനി രണ്ടാമത്തെ രൂപം, കച്ചവടം നമ്മൾ തുടങ്ങിയത് ഫുൾ കടത്തില. നമ്മളെ കയ്യിൽ 5-ന്റെ പൈസ ഇല്ല. നമ്മളെ സുഹൃത്തിനോട് ക്യാഷ് വാങ്ങി, അല്ലെങ്കിൽ അയാൾ സാധനം കടമായിട്ട് തന്നു. അപ്പോൾ സാധനം കടമായിട്ട് നമ്മൾ തുടങ്ങി. എന്നിട്ട് മുഹറം 1-ന് നമ്മൾ കച്ചവടം തുടങ്ങുന്നു. 10 ലക്ഷത്തിന്റെ സാധനം ഉണ്ട്, പക്ഷെ 10 ലക്ഷം കടമായിട്ടാ. അങ്ങനെയാണെങ്കിൽ ആ മുഹറം 1-ന് കച്ചവടം തുടങ്ങിയതായിട്ട് കൂട്ടും. ഇത് ഫസ്റ്റ് നമ്മൾ വിൽപ്പന നടത്തുന്നതല്ലോ കേട്ടോ കൂട്ടുക. നമ്മൾ മുഹറം 1-ന് കച്ചവടത്തിനൊക്കെ ഇങ്ങനെ റെഡി ആയി നിന്ന് ആരും സാധനം വാങ്ങാൻ വരുന്നില്ല. റബീഉൽ അവ്വൽ ആയാലാണ് സാധനം വാങ്ങാൻ ആളുകൾ വന്ന്. അപ്പൊ റബീഉൽ അവ്വൽ മുതൽ കച്ചവടം തുടങ്ങി. അങ്ങനെയല്ല, നമ്മൾ ഈ വസ്തു വാങ്ങി കച്ചവടത്തിന് തയ്യാറായ സമയം, അതാണ് കച്ചവടത്തിന്റെ തുടക്കമായിട്ട് പരിഗണിക്കുക. അപ്പൊ പിന്നെ അടുത്ത മുഹറം 1 ആയാൽ അതിന് സക്കാത്ത് കൊടുക്കേണ്ടി വരും എന്ന്. ഇനി ഇതല്ലാത്ത രൂപം ഉണ്ടാവും. വസ്തുവിന് പകരം നമ്മൾ വസ്തു വാങ്ങി. അതായത് നമുക്കിപ്പോൾ ഒരു 10 ലക്ഷത്തിന്റെ സാധനം കിട്ടണ്ട്. നമ്മളടുത്ത് ക്യാഷ് ഇല്ല, പക്ഷെ നമ്മളടുത്ത് ഗോൾഡ് ഉണ്ട്. ഈ ഗോൾഡ് കൊടുത്തിട്ട് നമ്മൾ കച്ചവടം തുടങ്ങുന്നു. അപ്പോൾ 10 ലക്ഷത്തിന് സമാനമായ ഗോൾഡ് നമ്മൾ കൊടുക്കുന്നു. ആ ഗോൾഡ് കൊടുത്തിട്ട് അതിന് സാധനം എടുത്ത് മുഹറം 1-ന് അടുത്തത്. അങ്ങനെയാണെങ്കിൽ അടുത്ത മുഹറം 1 ആകുമ്പോൾ അതിന് സക്കാത്ത് വരും. അതുപോലെ കച്ചവടത്തിന്റെ സക്കാത്ത് എന്നല്ല, ഏത് സക്കാത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ അറബി മാസം അനുസരിച്ചാണ് കൂട്ടണ്ടേ. അപ്പൊ നമുക്ക് നമ്മളെ പേഴ്സണൽ ഫൈനാൻസും ബിസിനസിന്റെ ഫൈനാൻസും ഒക്കെ ഇംഗ്ലീഷ് മാസം അനുസരിച്ച് നോക്കാം, അല്ലെങ്കിൽ മറ്റ് മലയാള വർഷം അനുസരിച്ചൊക്കെ നോക്കാം. അതോടുകൂടെ ആഖിറത്തിന്റെ വിഷയത്തിലേക്ക് പരിഗണിക്കുന്നത്, മതപരമായ വിഷയങ്ങളിൽ പരിഗണിക്കുന്ന അറബി മാസമാണ്. അപ്പൊ അത് നമ്മൾ അറബി മാസം അനുസരിച്ച് നമ്മൾ കറക്റ്റ് രേഖപ്പെടുത്തി വെക്കണം. നമ്മളടുത്ത് എത്ര ക്യാഷ് വന്നു, ഇത് ഏത് അറബി മാസമാണ് തിരിച്ചു പോകുന്നത് എന്ന് രേഖപ്പെടുത്തി വെക്കണം. ബിസിനസിന്റെ തുടക്കമൊക്കെ ഇങ്ങനെ തന്നെ നമ്മൾ പരിഗണിക്കണം. അതുപോലെ വർഷം തുടങ്ങി, നമ്മൾ കച്ചവടം തുടങ്ങിയിട്ട് 1 വർഷം കച്ചവടം നീണ്ടു നിൽക്കണം.
അതിൻ്റെ ഇടക്ക് മുറിഞ്ഞു പോയാൽ സക്കാത്ത് നിർബന്ധമാവില്ല. ഉദാഹരണം പറയാം, ഒരാള് നല്ല താല്പര്യത്തിൽ അത്തറിൻ്റെ ഒരുപാട് സാധനങ്ങൾ വാങ്ങി, അത്തർ കച്ചവടം നടത്താൻ ഒരുപാട് സാധനം വാങ്ങി. അങ്ങനെയാണ് പിന്നെ അയാൾക്കെന്തോ അപകടം പറ്റി. അപ്പോൾ അയാൾ തീരുമാനിച്ചു ഇനിയിപ്പോൾ കച്ചവടമൊന്നും വേണ്ട, അതെന്തേലൊക്കെ ചെയ്യാം, ഇതൊക്കെ ആർക്കെങ്കിലും ഫ്രീ കൊടുക്കേ എന്തേലൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ച്. പിന്നെ 2 മാസം കഴിഞ്ഞപ്പോൾ റെഡിയായി, പിന്നെ അയാൾ കച്ചവടം തുടങ്ങി. അപ്പോൾ തുടക്കം മുതൽ കൂട്ടൂല, ഈ 2 മാസം കഴിഞ്ഞല്ലോ അത് മുതലുള്ളത് കൂട്ടുള്ളൂ. പിന്നെ അങ്ങോട്ട് 1 വർഷം എത്തണം. അപ്പോൾ ഇടതടവില്ലാതെ കച്ചവടം നിർത്തി വെക്കാതെ 1 വർഷം ഇങ്ങനെ പോകണം. അപ്പോഴേ 1 വർഷം ആയതായിട്ട് പരിഗണിക്കുള്ളൂ. 1 വർഷമായിട്ട് നമ്മളടുത്ത് 595 ഗ്രാം വെള്ളിൻ്റെ പൈസ ഉണ്ടെങ്കിൽ, ചരക്കുണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കേണ്ടി വരും. നമുക്കൊരു വിൽപ്പനയും നടന്നിട്ടില്ലെങ്കിലും, ഉദാഹരണം പറയും, ഒരാൾ കച്ചവടം തുടങ്ങിയത് 10 ലക്ഷം കട എടുത്തിട്ടാ. അയാൾ റബീഉൽ അവ്വൽ 1 തുടങ്ങി, അടുത്ത റബീഉൽ അവ്വൽ 1 എത്തി, ഇപ്പോഴും 10 ലക്ഷം കടത്തിലാണുള്ളത്. ഒരു സാധനം പോലും വിറ്റ് പോയിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് കച്ചവടം നിർത്തിയിട്ടില്ല. അയാൾ വേണമെങ്കിൽ നിർത്തായിരുന്നു, പക്ഷെ നിർത്തിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ 10 ലക്ഷത്തിന് ഇനി സക്കാത്ത് കൊടുക്കണം. ഇനി കച്ചവടത്തിൻ്റെ സക്കാത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ മൊത്തം വില കൂട്ടണമല്ലോ. ഈ വില കൂട്ടുമ്പോൾ ഏത് വിലയെ കൂട്ടുക എന്നുള്ളൊരു സംശയം ഉണ്ടാവും. ഒന്നിപ്പം നമ്മൾ അത് വാങ്ങിക്കൊണ്ടുവന്നൊരു വില ഉണ്ടാവും. ചിലപ്പോൾ 1 വർഷം മുന്നെടുത്ത സ്റ്റോക്കേക്കാരം, അതിന് എത്രയോ വില കൂടിയിട്ടുണ്ടാവും. അപ്പം അന്നത്തെ വില കൂട്ടണോ ഇന്നത്തെ വില കൂട്ടണോ? അതല്ല, നമ്മൾ കൊണ്ടുവന്ന നാട് വേറെ നാടായിരുന്നു. ഇപ്പൊ ചൈനയിൽ നിന്നൊക്കെ സാധനം ഇറക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ചൈനയിൽ ഒരു വില ഉണ്ടാകുക, ഇവിടെ ഒരു വില ഉണ്ടാകുക. എവിടുത്തെ വില കൂട്ടുക? എവിടുത്തെ വില എന്ന് ചോദിച്ചാൽ ആ കച്ചവടം നടക്കുന്ന സ്ഥലത്ത് എവിടെയാണോ നമ്മൾ കച്ചവടം നടത്തുന്നത് അവിടുത്തെ വിലയാണ് നമ്മൾ പരിഗണിക്കുക. അപ്പൊ അവിടെ തന്നെ 2 വില ഉണ്ടാവും, ഹോൾസെയിൽ റേറ്റും ഉണ്ടാവും, റീറ്റെയിൽ റേറ്റും ഉണ്ടാവും. അപ്പൊ അതിലേതാ പരിഗണിക്കുക? ആ നാട്ടില് ഹോൾസെയിൽ റേറ്റ് ഏതാണോ അത് വെച്ച് കൂട്ടിയാൽ മതി, റീറ്റെയിൽ റേറ്റ് വെച്ച് കൂട്ടണം എന്നില്ല. അപ്പോൾ കടബാധ്യത ഉണ്ടെങ്കിലും പോലും ഇങ്ങനെ സക്കാത്തു തിജാറത്ത് നിർബന്ധമാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ചില ആളുകൾ അതൊക്കെ ഒരു പ്രയാസമല്ലേ, നമ്മളെ പ്രയാസപ്പെടുത്താണെന്നുള്ള രീതിയിൽ ചില ചോദ്യങ്ങൾ വരാം. അപ്പോൾ അതിനൊരു ഫലം, ആദ്യത്തെ മറുപടി എന്ന് പറയുന്നത്, അപ്പോൾ അതൊരു നഷ്ടമല്ലേ എന്ന് ചോദിച്ചാൽ, അങ്ങനെ പല നഷ്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഒരു ഇസ്ലാമിൽ നമ്മൾ അംഗമായതുകൊണ്ട് നമ്മൾ രാവിലെ സുബഹി നിസ്കരിക്കേണ്ടി വന്നു, ചിലപ്പോൾ തഹജ്ജുദിന് എഴുന്നേൽക്കേണ്ടി വരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് പല നഷ്ടങ്ങളും ഉണ്ടാവും. പക്ഷെ അതൊക്കെ ആഖിറത്തിലേക്കുള്ളൊരു സൂക്ഷിപ്പ് സ്വത്തുകളായി പരിഗണിച്ചാൽ നമുക്ക് സന്തോഷമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ അതിനൊരു മാർഗമുണ്ട്. നമ്മൾ ഇപ്പോൾ സക്കാത്തു തിജാറത്തിനെ സംബന്ധിച്ചിടത്തോളം തഅജീലു സക്കാത്ത് അനുവദനീയമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴാണോ കച്ചവടം ആരംഭിച്ചത് അത് മുതൽക്ക് തന്നെ നമുക്ക് സക്കാത്ത് നൽകൽ ആരംഭിക്കുകയും ചെയ്യാം. അപ്പം നമ്മൾ ഏകദേശം നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഇന്ന മുഹറം 1 തുടങ്ങി അടുത്ത മുഹറം 1 എൻ്റെ ഇവിടെയുള്ള കമ്മോഡിറ്റികളൊക്കെ വസ്തുക്കളൊക്കെ ഇത്ര വിലയുള്ളതാകും എന്നുള്ളൊരു ധാരണയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ സക്കാത്ത് ഇത്രത്തോളമാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് അവകാശികളാണെന്ന് ബോധ്യപ്പെട്ടു വരുന്ന ആളുകൾ പല പിരിവുകാർ നമ്മളടുത്ത് വരും. പല യാചകന്മാരും പല വിവാഹത്തിന് സഹായം ചോദിച്ചൊക്കെ വരുമ്പോൾ അവർക്ക് നമ്മൾ നൽകുന്ന പിരിവ് അതിൻ്റെ ഒരു സക്കാത്ത് തിജാറത്താണ് എന്ന ഉദ്ദേശത്തിൽ അവകാശികളാവണം. അപ്പോൾ ആ അവകാശികൾ ചോദിച്ചു വരുമ്പോൾ അതിൻ്റെ സക്കാത്ത് തിജാറത്താണ് എന്ന നിയത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ വർഷാവസാനത്തിൽ ചിലപ്പോൾ സക്കാത്ത് നൽകാൻ തന്നെ ഉണ്ടാവില്ല, ചിലപ്പോൾ കൂടുതൽ നൽകിയിട്ടുണ്ടാവും, അത് സ്വതക്കയായി ചിലപ്പോൾ മാറിക്കൊള്ളാം. പക്ഷെ അവിടെയുള്ള ഒരു നിബന്ധന എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത വ്യക്തി ആ സക്കാത്ത് തിജാറത്ത് നിർബന്ധമാകുന്ന സമയത്ത് അതുപോലെ അവകാശിയായി ആ സമയത്തും തന്നെ അവകാശിയായിരിക്കണം. എന്നാലേ നമ്മളിപ്പോൾ നൽകിയത് തിജാറത്തിന്റെ സക്കാത്തായിട്ട് കച്ചവടത്തിന്റെ സക്കാത്തായിട്ട് പരിഗണിക്കുകയുള്ളൂ. പിന്നെ നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ അത് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതിൻ്റെ ഉദാഹരണം, ഇപ്പോൾ ഹോട്ടലിന്റെ സക്കാത്ത് എങ്ങനെയാണെന്ന് പലരും ചോദിക്കാറുണ്ട്. പലരും ഹോട്ടൽ കച്ചവടക്കാരായതുകൊണ്ട് നാട്ടിൽ. അപ്പോൾ കച്ചവടം ആരംഭിച്ചു. അപ്പോൾ വർഷത്തിന്റെ അവസാനത്തിൽ ഇപ്പൊ അവിടെ എന്താണ് ഉണ്ടാവുക? അവിടുത്തെ പ്ലേറ്റ്, അവിടുത്തെ കസേര അതൊന്നും കൂട്ടേണ്ടതില്ല, അതൊന്നും വിൽപ്പനക്ക് വേണ്ടി വെച്ചതല്ലല്ലോ. അപ്പൊ അവിടെ വിൽപ്പനക്ക് അന്ന് ഉള്ള പൊറോട്ട മാവ്, മൈദ ഉണ്ടാവും, അരി ഉണ്ടാവും,
അതുപോലെ പാചകം ചെയ്ത വസ്തുക്കൾ ഉണ്ടാവും, അതുപോലെ കച്ചവടത്തിന് വേണ്ടി മാറ്റിവെച്ച തുകയുണ്ടാകും നമ്മുടെ ബാങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ മേശയിലൊക്കെ ഉള്ള, അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് 595 ഗ്രാം വെള്ളിയുടെ തുകയുണ്ടോ മൂല്യമുണ്ടോ എന്ന് നോക്കി സക്കാത്ത് നൽകുക എന്നതാണ്. അതുപോലെ തന്നെ ഇന്ന് നിലവിൽ നമ്മുടെ ഇടയിൽ പലരും ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് മേൽവാടക എന്ന് പറയുന്നത്. അഥവാ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഒരു കെട്ടിടം ഉണ്ടാക്കി എന്നിട്ട് ആ കെട്ടിടം വാടക കൊടുക്കുകയാണ്, അങ്ങനെ നമുക്ക് ലാഭം ഉണ്ടാവുകയാണ്. അപ്പോൾ നമ്മൾ സക്കാത്ത് നൽകേണ്ടതില്ല. കാരണം നമ്മൾ ആ കെട്ടിടം ഉടമപ്പെടുത്തിയത്, അവിടെ ഫുഖഹാ പറയുന്നത് നമ്മളൊരു ആ കച്ചവട വസ്തു ഉടമപ്പെടുത്തുമ്പോൾ തന്നെ നമ്മൾക്കിത് കച്ചവടം ചെയ്യാനുള്ളതാണെന്നുള്ള നിയത്ത് വേണം. അതുപോലെ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ഉടമപ്പെടുത്തുകയും ആണെന്ന് പറയുന്നത്, നമ്മൾ സ്വന്തമായി നിർമ്മിച്ചതാണല്ലോ. അപ്പോൾ നമുക്ക് നിർബന്ധമാവില്ല, അഥവാ ഈ കെട്ടിടത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥന് സക്കാത്ത് നിർബന്ധമാവില്ല. മറിച്ച് അദ്ദേഹത്തിൽ നിന്ന് ഇനി അത് വാടക കൊടുക്കും ചില ആളുകൾ, എന്നിട്ട് അവര് പിന്നീട് വാടക കൊടുക്കും, മേൽവാടക. അപ്പൊ അവര് ആ മേൽവാടക സിസ്റ്റം തുടങ്ങിയത് മുതൽ പിന്നെ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ആ വാടകയുടെ അവിടെ ഒരു നിലവാര വാടക ഉണ്ടാവുമല്ലോ, അത് വെച്ച് നോക്കിയിട്ട് മൊത്തം വാടക കാൽക്കുലേറ്റ് ചെയ്ത് ഇത്ര മൂല്യം ഉണ്ടെങ്കിൽ 595 ഗ്രാം വെള്ളിയുടെ മൂല്യം ഉണ്ടെങ്കിൽ അവര് സക്കാത്ത് നൽകേണ്ടി വരും. ഈ കച്ചവടത്തിന്റെ സക്കാത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വിൽക്കാൻ കൊണ്ടുപോയി വെച്ച എല്ലാ വസ്തുവിനും കച്ചവട സക്കാത്ത് നിർബന്ധമാവില്ല. ആ വസ്തു വാങ്ങുന്ന സമയത്ത് നമ്മൾ വിൽക്കണമെന്ന ഉദ്ദേശത്തിൽ വാങ്ങിയതായിരിക്കണം, മാത്രമല്ല അത് വാങ്ങിയതുമായിരിക്കണം. അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇപ്പൊ ചില ആളുകൾ സ്വയം കൃഷി ചെയ്യും. ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ പലചരക്ക് കടയിൽ അവര് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന സാധനമുണ്ട്, ക്യാഷ് കൊടുത്ത് മാർക്കറ്റിൽ നിന്ന് വിൽക്കാൻ വേണ്ടി വാങ്ങുന്ന സാധനമുണ്ട്. അതല്ലാതെ അവർ തന്നെ മലയിൽ പോയിട്ട് കൃഷി ചെയ്തുണ്ടാക്കുന്ന ചേനയും കപ്പയും ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. ഇതിനൊന്നും സക്കാത്ത് വരില്ല. അവരെന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്നു, എന്നിട്ട് അവരുടെ ഷോപ്പിൽ വെച്ച് വിൽക്കുന്നു. അതിന് സക്കാത്ത് നിർബന്ധമാവില്ല. കാരണം അത് വിൽപ്പന ഉദ്ദേശിച്ച് പണം കൊടുത്ത് വാങ്ങിയ സംഗതിയല്ല എന്നതാണ് അതിന്റെ കാരണം. ഇപ്പൊ നമ്മൾ പറയല്ലോ, കച്ചവട സക്കാത്തില് നഷ്ടാണെങ്കിലും കട ആണെങ്കിലും അയാൾ സക്കാത്ത് കൊടുക്കണം എന്ന്. പക്ഷെ അത് പലപ്പോഴും അവർക്ക് ഈ കച്ചവടം നടത്തുന്ന ആൾക്ക് ഒരു പ്രയാസമായി തോന്നും. അപ്പൊ അതിനൊരു മാർഗമുണ്ട്. ആ മാർഗം എന്താന്ന് ചോദിച്ചാല്, ഒരു കച്ചവടക്കാരൻ അയാൾക്ക് 10 ലക്ഷത്തിന്റെ ചരക്കാണുള്ളത്, അതിന് സക്കാത്ത് കൊടുക്കണം. ഈ കച്ചവടം നടക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ മകളുടെ ഫീസ് തന്നെ അടച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വീട്ടിലെ കറണ്ട് ബില്ല് അടച്ചിട്ടുണ്ടാവില്ല, ആ അവസ്ഥ ആയിരിക്കും. അപ്പൊ പിന്നെ ഈ പൈസ എങ്ങനെ സക്കാത്ത് കൊടുക്കുക എന്ന് അയാൾക്ക് ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. അതിനൊരു മാർഗം എന്ന് പറഞ്ഞാല്, സക്കാത്തിന്റെ അവകാശികൾ അയാളെ വീട്ടിൽ തന്നെ ഉണ്ടാവും. അപ്പൊ ഇത്തരം അവസ്ഥയാണെങ്കിൽ അയാളെ ഭാര്യ സക്കാത്തിന്റെ അവകാശിയാ, അയാളെ മക്കള് സക്കാത്തിന്റെ അവകാശിയാ. അതായത് നമുക്ക് കുടുംബത്തിന് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? കുടുംബത്തിന് നമ്മൾ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകൾക്ക് നമ്മളെ ചെലവ് കൊടുത്തിട്ട്, നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് അവർക്ക് മതിയെങ്കിൽ പിന്നെ അവർക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റൂല, അല്ലെങ്കിൽ അവർക്ക് സക്കാത്ത് കൊടുക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ കടമുള്ള ആളുകൾ അവരുടെ സക്കാത്ത് ഭാര്യക്ക് കൊടുത്താൽ മതി, അല്ലെങ്കിൽ മക്കൾക്ക് കൊടുത്താൽ മതി, അവരതുകൊണ്ട് ഫീസ് അടച്ചോളും. പക്ഷെ അതുകൊണ്ട് അവരെ നിർബന്ധിക്കാൻ പറ്റൂല, എന്തായാലും ഫീസ് അടച്ചോളണം എന്ന് പറഞ്ഞിട്ട് അവരെ നിർബന്ധിക്കാൻ പറ്റില്ല, അത് അവരുടെ ഉടമസ്ഥതയിലേക്ക് പോകും. അപ്പോ അത് ഹിക്മത്ത് പ്രകാരം കൈകാര്യം ചെയ്താൽ അദ്ദേഹത്തിന് തന്നെ ആ പൈസ വലിയ പുറത്തേക്ക് പോകാതെ, എന്നാൽ അദ്ദേഹത്തിന്റെ നിർബന്ധ ബാധ്യതകൾ വീടും ആ രീതിയിൽ ചെലവഴിക്കാൻ സാധിക്കുന്നതാണ്.